ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഉഷകാലം മാമുനികളെ മുഴുവൻ രഘുനന്ദനൻ വരുത്തി സംശയിക്കാതെ പാടുവിൻ. പുത്രന്മാരോട് ദാശരഥി നിർദ്ദേശിച്ച മഹാത്മാക്കളായ ബ്രഹ്മഋഷിമാരും മറ്റും സന്നിഹിതരായ ശേഷം കുശലവന്മാർ ഭവിഷ്യാൽ കഥയായ ഉത്തരകാവ്യത്തെ ഗാനം ചെയ്തു തുടങ്ങി. സത്യപ്രഭാവത്താൽ സീതാദേവി ഭൂഗർഭം പോകിയ ശേഷം യജ്ഞം സമംഗളമായി തന്നെ അവസാനിച്ചു. ശ്രീരാമന് അഴൽ വർദ്ധിച്ചു. സീതയെ കാണാതെ ലോകം ശൂന്യമായതുപോലെ തോന്നി. വ്യസനാധിക്യത്താൽ തികച്ചും അവശനായി. മനസ്സിന് ഒട്ടും സ്വാസ്ഥ്യം തോന്നിയില്ല. രാജാക്കന്മാർ, വാനരന്മാർ, ആശുരന്മാർ തുടങ്ങിയവരെ യഥായോഗ്യം പിരിച്ചയച്ചു. ദ്വിജവരന്മാർക്ക് അചിന്ത്യമായ ധനമാണ് ഏകിയത്. നിറഞ്ഞു വഴിയുന്ന സന്തോഷത്തോടെ അവരും സ്വഭവനങ്ങൾ പൂകി. ഇങ്ങനെ യാഗം വിധിയാവണ്ണം അവസാനിപ്പിച്ച രാജീവലോചനൻ സീതാദേവിയെ ഹൃദയപീഠത്തിൽ സുസ്ഥിരമായി ഇരുത്തിയതിനു ശേഷം ആത്മജന്മാരുമൊത്ത് അയോധ്യയിൽ എത്തിച്ചേർന്നു. ഏകപത്നി വ്രതനിഷ്ഠനായ രഘുധ്വനൻ സീതയല്ലാതെ മറ്റൊരുവളെ സ്മരിക്കുക കൂടി ചെയ്തില്ല. എന്നാൽ യജ്ഞകർമ്മത്തിൽ സപത്നീകനായ ക്രിയകൾ ചെയ്യാവൂ. അതിന് ദേവിയുടെ സുവർണ പ്രതിമയാണ് സ്വീകരിച്ചത്. 10,000 ആണ്ടുകൾ ഇങ്ങനെ അശ്വമേധം നടത്തി. അതിനേക്കാൾ എത്രയോ ഇരട്ടി സ്വർണം ദാനം ചെയ്തു. അഗ്നിഷ്ടോമം, അതിരാത്രം, ഏറ്റവും വിഷമവും ചെലവുമുള്ള ഗോസവം തുടങ്ങിയവയും മറ്റു യാഗങ്ങളും വിധി അനുസരിച്ച് ദക്ഷിണകളോടുകൂടി ചെയ്തു. ഏതു യജ്ഞത്തിലും സീതാദേവിയുടെ കനകപ്രതിമയാകും പത്നിസ്ഥാനത്ത് ഉണ്ടാവുക. ധർമ്മത്തിൽ നിന്ന് അണുവും വ്യതിചലിക്കാത്ത ചിത്തത്തോടുകൂടി മഹാത്മാ കാകുൽസ്ഥൻ ഇങ്ങനെ അനേകകാലം വാണു. സാമന്ത രാജാക്കന്മാർ അവിടുത്തെ ചൊൽക്കീഴിൽ പ്രതിദിനം സന്തുഷ്ടമാനസരായി. കാർമേഘങ്ങൾ യഥാകാലം വർഷിക്കും. ദിക്കുകൾ തികച്ചും തെളിഞ്ഞു. നാടും നഗരിയും സമൃദ്ധിയാർന്നു. ഹൃഷ്ടപുഷ്ട ജനങ്ങളെ മാത്രമേ രാമരാജ്യത്തിൽ കാണുകയുള്ളൂ. അകാല മൃത്യു ഒരിടത്തും സംഭവിച്ചില്ല. രോഗാദി അരിഷ്ടങ്ങളിൽ നിന്ന് ചരാചരങ്ങളാകെ വിമുക്തരായി. എന്തിനധികം ശ്രീരാമചന്ദ്രൻ രാജ്യരക്ഷ ചെയ്യുന്ന കാലത്തിൽ അനർത്ഥമെന്നത് ഒരിക്കലും ഒരിടത്തും ഉണ്ടായിട്ടേയില്ല. സുഖസമ്പൂർണങ്ങളായ നാളുകൾ അനേകം ഭൂതകാലത്തിൽ കൊഴിഞ്ഞു വീണു. ശ്രീരാമമാത അനശ്വര യശസ്വിനിയായ കൗസല്യാദേവി പുത്രന്മാരുടെയും പൗത്രന്മാരുടെയും മധ്യത്തിൽ കിടന്ന് വിഷമം ലേശമില്ലാതെ പരലോകം അണഞ്ഞു. കൈകേയിയും സുമിത്രയും ജ്യേഷ്ഠത്തിയെ അനുഗമിച്ച് അനേകം ധർമ്മങ്ങൾ ആചരിച്ചിരുന്ന അവർ സ്വർഗത്തിൽ മഹാരാജ ദശരഥ സമീപത്തിൽ സസന്തോഷം വസിച്ചു. മഹാഭാഗ്യശാലിനികളായ ആ റാണിമാർ എല്ലാവിധ ധർമ്മങ്ങളും നേടി. ശ്രീരാമചന്ദ്രൻ അമ്മമാർ എല്ലാവർക്കും ഒരുപോലെ കർമ്മങ്ങൾ ചെയ്തു. അതാതു കാലങ്ങളിൽ വേണ്ടതുപോലെ തപസ്സേറിയ വിപ്രന്മാർക്ക് പിതൃകർമാർഹങ്ങളായ രത്നങ്ങളും സാദരം നൽകി. സുധാർമ്മികനായ മഹാപ്രഭു പിതൃദേവപ്രിയത്തിന് സാധാരണക്കാർക്ക് ദുസ്സാദങ്ങളായ പല പല യജ്ഞങ്ങളും യഥാവിധി നിർവഹിച്ചു. ഇങ്ങനെ യാഗകർമ്മങ്ങളാൽ ധർമ്മത്തെ പൂർവാധികം വളർത്തിക്കൊണ്ട് അനേകായിരം വർഷങ്ങൾ നാട്ടിനും നാടാർക്കും സുഖമേകി. കേകേയ രാജ്യാധിപനായ യുധാജിത്ത് അക്കാലത്ത് ഒരു ദിവസം അങ്കിരസിന്റെ പുത്രനും ഉപാധ്യായനും അതിതേജസാർന്നവനുമായ ബ്രഹ്മ ഋഷി ഗാർഗ്യനെ കാകുൽസ്ഥ സന്നിധിയിലേക്ക് അയച്ചു. 10,000 ഉത്തമ അശ്വങ്ങൾ, അമോഘങ്ങളായ രത്നങ്ങൾ, ഒന്നാന്തരം കമ്പിളികൾ, ശ്രേഷ്ഠങ്ങളായ വിചിത്ര വസ്ത്രങ്ങൾ, അതുല്യങ്ങളായ ആഭരണങ്ങൾ എന്നിങ്ങനെ പലതും യുധാജിത്ത് ശ്രീരാമചന്ദ്രന് സമ്മാനമായി കൊടുത്തയച്ചിരുന്നു. അതിബുദ്ധിമാനായ രഘുവരൻ ബ്രഹ്മഋഷി ഗാർഗ്യൻ വരുന്നതും അമ്മാമനായ അശ്വപതി അനേകം ധനം ഉപഹാരമായി അയക്കുന്നതും കേട്ട് ഒരു വെളിപ്പാട് ദൂരത്തു നിന്ന് തന്നെ അനുജനോടുകൂടി എതിരേറ്റു. ദേവേന്ദ്രൻ വ്യാഴത്തിനെ എന്ന പോലെ മാമുനിയെ പൂജിച്ചു. യഥാവിധി ബ്രഹ്മഋഷിയെ സ്വീകരിച്ച് അമ്മാമന്റെ കുശലങ്ങളെല്ലാം ചോദിച്ചു. ഉത്തമാസനത്തിൽ ഉപവിഷ്ടനായ മഹർഷീന്ദ്രനോട് സാദരം ഭഗവാനെ, അമ്മാമൻ എന്താണ് പറഞ്ഞയച്ചത്? സാക്ഷാൽ വ്യാഴാചാര്യനെ പോലെ വാക് വൈഭവം എന്ന അവിടുന്ന് അതുകൊണ്ടാണല്ലോ അയോധ്യയെ പരിശുദ്ധമാക്കിയത്. ദാശരഥിയുടെ ചോദ്യം കേട്ട മുനിസത്തമൻ അത്ഭുതമായ വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. രാമ, അങ്ങയുടെ അമ്മാമൻ യുധാജിത്ത് ഏറ്റവും സന്തുഷ്ടിയോടുകൂടി പറഞ്ഞയച്ചത് സശ്രദ്ധം കേട്ടാലും. വേണമെന്ന് അങ്ങേക്ക് തോന്നുന്ന പക്ഷം വേണ്ടത് ചെയ്യുക. സിന്ധു നദീതീരത്തിന്റെ ഇരുഭാഗത്തും നന്മയേറിയ ഫലമൂലാദികൾ നിറഞ്ഞ ഗന്ധർവ രാജ്യം ഒന്നുണ്ട്. ശൈലൂഷപുത്രന്മാരായ 3 കോടി ഗന്ധർവന്മാർ സർവ്വായുധങ്ങളോടും കൂടി യുദ്ധത്തിന് തയ്യാറായി കാത്തു നിൽക്കുന്ന പ്രദേശമാണത്. ഏറ്റവും നന്മയെഴുന്ന ആ ഗന്ധർവ രാജ്യം ജയിച്ച് മഹാബാഹുവായ അങ്ങ് 2 നഗരികൾ സ്ഥാപിച്ചാലും ശത്രുക്കൾക്ക് പ്രവേശിക്കുവാൻ വിഷമമായ ആ രാജ്യം
അതിശോഭനമാണ്. വേണ്ട കാര്യം മാത്രമേ ഞാൻ അങ്ങയോട് പറയുകയുള്ളൂ. ബലശാലിയായ അങ്ങ് ശ്രദ്ധിച്ചാലും മാതുര നിർദ്ദേശം മുനീന്ദ്രനിൽ നിന്നും കേട്ട ശ്രീ രാഘവൻ അങ്ങനെയാകാം എന്നരുളി ചെയ്ത് ഭരതനെ നോക്കി. പിന്നീട് സന്തുഷ്ടചിത്തനായി ആ ബ്രഹ്മഋഷിയോട്, ഭഗവാനെ, ഈ കുമാരന്മാർ ഭരതന്റെ പുത്രന്മാരായ വീരന്മാർ. തക്ഷനും പുഷ്കലനും ആ നാടുകൾ ഭരിക്കും. ധർമ്മത്തിൽ സ്ഥിരചിത്തന്മാരായ ഇവർ അമ്മാവന്റെ മേൽനോട്ടത്തിൻ കീഴിൽ ആ നഗരികളിൽ വസിക്കട്ടെ. ഈ ഉണ്ണികളെ മുൻനിർത്തി ഭരതൻ തന്നെ ഗന്ധർവന്മാരെ വിജയിച്ച് 2 പുരികൾ നിർമ്മിക്കും. നന്മയേറിയ ഇരുപുരങ്ങളിൽ ഇവരെ വാഴിച്ച് ധാർമ്മികവര്യനായ ഭരതൻ എൻ്റെ സമീപത്തേക്ക് തന്നെ എത്തും. മഹർഷിശ്രേഷ്ഠനോട് ഇത്രയും അരുളി ചെയ്ത ശ്രീരാമസ്വാമി ഭരതപുത്രന്മാരെ യഥാവിധി അഭിഷേകം കഴിച്ച് വലിയൊരു സൈന്യത്തോടുകൂടി അനുജനെ ഗന്ധർവപാലിതമായ ആ രാജ്യത്തിലേക്ക് അയച്ചു. കൈകേയി നന്ദനൻ അങ്കിരസിന്റെ തനൂജനായ ബ്രഹ്മഋഷി ഗാർഗിയെ മുൻനിർത്തി ശുഭനക്ഷത്രത്തിൽ ചതുരംഗ പടയോടുകൂടി പുറപ്പെട്ടു. ശ്രീരാമപട നഗരത്തിൽ നിന്ന് വിദൂരത്തിലെത്തി. ഇന്ദ്രൻ നിയോഗിച്ച ദേവപടയെപ്പോലെ ദുരാസതമാണ് ആ വൻ സൈന്യം. മാംസഭക്ഷകന്മാരായ കൂറ്റൻ ജന്തുക്കൾ, വലിയ വലിയ അസുരന്മാർ, രക്തമാംസാദികൾ ചെലുത്തുന്ന 1000 ഘോരഭൂത സംഘങ്ങൾ, നരി, പന്നി, സിംഹങ്ങൾ, ആകാശ സഞ്ചാരികളായ പക്ഷിഗണങ്ങൾ തുടങ്ങിയവ ഭരത സൈന്യത്തിന്റെ മുന്നിലും പിന്നിലും അത്യുത്സാഹത്തോടെ ഒന്നിച്ചുകൂടി. യഥേഷ്ടം രക്തവും മാംസവും ഭക്ഷിക്കുവാൻ സാധിക്കുമെന്ന് ശ്രീരാമപടയെ കണ്ടപ്പോൾ അവയെല്ലാം തീർച്ചപ്പെടുത്തിയിരുന്നു. വിശേഷിച്ചും ഗന്ധർവപുത്രന്മാരുടെ മാംസവുമുണ്ട്. 1.5 മാസം കൊണ്ട് വഴിയാത്രയിൽ യാതൊരു വിഷമവുമില്ലാതെ ഭരതകുമാരൻ സന്തുഷ്ട ജനങ്ങളാൽ ആവൃതമായ കേകയ രാജ്യത്തിലെത്തി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.